നമസ്കാരം. നമ്മളിൽ കുറച്ച് പേരെങ്കിലും സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങി വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. നിർഭാഗ്യവശാൽ ഈ ബിസിനസ്സൊക്കെ ചെയ്തു വരുമ്പോഴേക്കും പ്രോഡക്റ്റ് സർവീസൊക്കെ ഉണ്ടാക്കി വന്ന് അത് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് വിചാരിച്ചത്ര സെയിൽ കിട്ടാത്ത വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടും. എന്നാൽ ഈ ഇടയ്ക്കായിട്ട് നിങ്ങളെല്ലാം പരിചയപ്പെട്ട ഒരു ബിസിനസ് മോഡലാണ് ബോച്ചെ ടീ എന്ന് പറയുന്നത്. ഈ ബോച്ചെ ടീ ബിസിനസ് മോഡൽ എങ്ങനെ നമ്മളുടെ ബിസിനസ്സിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് എങ്ങനെ നമുക്കും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള റവന്യൂ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഒരു പഠനം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിന് മുന്നോടിയായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. IT സംബന്ധമായ എന്തെങ്കിലും സർവീസുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് info@vinishrohini.com മെയിൽ അയക്കുകയോ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് വരികയോ ചെയ്യാം. ബോച്ചെ ടീ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഇതാണ് ബോച്ചെ ടീയുടെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റ് അത് കാണാൻ പറ്റും. ഒറ്റ പ്രോഡക്റ്റാണ്, ഒരു ചായപ്പൊടിയാണ് പ്രൊഡക്റ്റ്. എല്ലാവർക്കും ദൈനംദിന ജീവിതത്തിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ചായപ്പൊടി. ആ ചായപ്പൊടിയാണ് പ്രൊഡക്റ്റ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ലേബൽ ചെയ്തിരിക്കുകയാണ് ബോച്ചെ ടീ എന്ന പേരിൽ. bochetee.com എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നിട്ട് ആ പ്രോഡക്റ്റ് ഇവരുടെ ഒരു വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തു. സിംഗിൾ പ്രോഡക്റ്റ് ആണ്, അത് ആ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തു. അത് 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിന് 40 രൂപ എന്നുള്ള പ്രൈസ് ഇട്ടു. ഇതിനെ കൂടെ ഒരു കൂപ്പൺ കോഡ് കൂടി വെച്ചു. ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ തന്നെ ഓൺലൈനിലൂടെ പേയ്മെൻറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാം. ഹോം ഡെലിവറി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 25 rupees അഡീഷണൽ കൊടുത്താൽ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യും, ഓർ സ്റ്റോറിൽ നിന്ന് പിക്ക് ചെയ്യാം. ഇനീഷ്യൽ ഒരു പുതിയൊരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സ്റ്റോറുകൾ, ജ്വല്ലറികളോ അല്ലെങ്കിൽ ഷോപ്പുകളോ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഹോം ഡെലിവറി തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഷോപ്പുകളുമായി ടൈപ്പ് ചെയ്ത് അവിടെ വേണമെങ്കിലും അവിടെയും വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇദ്ദേഹം ഈ ഒരു സെറ്റപ്പ് ചെയ്തത്. അതിന് ഗ്രാമിന് റേറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കേരള, സൗത്ത്, നോർത്ത് ഒക്കെ റേറ്റ് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് റേറ്റ് ഈ 100 ഗ്രാമിന് 40 രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു നോർത്ത് സോണിലേക്ക് പോകണമെങ്കിൽ അവിടുത്തെ കോസ്റ്റ് ഉണ്ട്. 2 പാക്കറ്റ് തേയിലയുടെ വില 80 രൂപയും അത് അയക്കാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ് 90 രൂപയും. അത്രയും വലിയ എക്സ്പെൻസ് സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അവിടത്തേക്ക് അയക്കുക. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ തേയില എന്തിനാണ് വാങ്ങിക്കുന്നത് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു കൂപ്പൺ ഉണ്ട്. ആ കൂപ്പൺ കിട്ടാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും തേയില വാങ്ങിക്കുന്നത്, ഒരുപാട് ആൾക്കാർ. അല്ലാതെ ഈ തേയില ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര ഹെൽത്തിയാണ്, അല്ലെങ്കിൽ ഇത് പിന്നെ വളരെ പോപ്പുലറാണ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ആ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ യൂസ് ചെയ്ത് വരുമ്പോഴേക്കും ഇതിനോടൊരു താല്പര്യം പിന്നീട് തോന്നാനും സാധ്യതയുണ്ട്. എനിവേ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഒരു ഡ്രോ ടിക്കറ്റ്, ആ ടിക്കറ്റാണ്. ആ ടിക്കറ്റ് കൊണ്ട് മാത്രമാണ് ജനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. എത്ര പർച്ചേസ് ഇത് നടക്കുന്നുണ്ടാവും? ലക്ഷക്കണക്കിന് പർച്ചേസ് ഡെയിലി നടക്കുന്നുണ്ടാവും. അപ്പം നല്ലൊരു ബിസിനസ് മോഡലാണ്. സിംഗിൾ പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ. ഒരു സൈറ്റ് ഉണ്ടാക്കണം എന്ന് മാത്രമാണ് അതിനകത്ത് വരുന്ന ആകെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. സോ വെബ്സൈറ്റിൽ അത്യാവശ്യത്തിന് പേയ്മെൻറ്റ് ഗേറ്റ്വേക്ക് ആവശ്യമുള്ള കുറേ പോളിസീസ്, കാര്യങ്ങൾ, ഷിപ്പിംഗ്, യൂസർ എഗ്രിമെൻറ്റ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെൻറ് തലത്തിലും അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഗേറ്റ് അപ്രൂവൽ ചെയ്യുന്ന തലത്തിലൊക്കെ ഈ ഇത്തരത്തിലുള്ള പേജുകൾ, കാര്യങ്ങൾ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും താഴെ കാണാൻ പറ്റും ബോച്ചെ ഭൂമിപുത്ര പ്രൈവറ്റ് ലിമിറ്റഡ്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, LLP അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്തു, then അത് കഴിഞ്ഞിട്ട് പ്രോഡക്റ്റ് ഓൺ ബ്രാൻഡിൽ പ്രോഡക്റ്റ് ഇറക്കി ആ പ്രോഡക്റ്റിൻ്റെ കൂടെ ഒരു കൂപ്പൺ കോഡ് കൂടി അറ്റാച്ച് ചെയ്തു. സോ 2 രീതിയിലാണ്. ഫിസിക്കൽ സ്റ്റോറിലാകുമ്പോഴേക്കും ആ പാക്കറ്റിൻ്റെ കൂടെ തന്നെ കൂപ്പൺ കോഡ് അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത്. ദെൻ ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വെറും നമുക്ക് കൂപ്പൺ കോഡ് ഡിജിറ്റലായിട്ട് നമ്മുടെ ഫോണിലേക്ക് SMS ആയിട്ടാണ് വരിക. അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് കൂപ്പൺ കോഡ് കാണാനും നമുക്ക് സാധിക്കും. സൈൻ ഇൻ ചെയ്യാനും മറ്റുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇനി കോൺടാക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ പാർട്ട്ണറിന് വേണ്ടിയിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ പാർട്ട്ണർ പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഒരു ബണ്ടിൽ ഓഫ് കിറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സർട്ടൈൻ ഒരു 5 rupees ഒക്കെ നമുക്ക് കമ്മീഷനും നമുക്ക് കിട്ടും. അത് ഷോപ്പുകാർക്കോ ഫ്രാഞ്ചൈസിയോ അതിൽ നിന്ന് തുടങ്ങുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടും. സോ 2 സ്ഥലത്താണ് ലൊക്കേഷൻ ഉള്ളത്, തമിഴ്നാട് ആൻഡ് കേരള. 2 സ്ഥലത്തെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോച്ചെ ഭൂമിപുത്ര പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സിൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മൾ ഈ ഒരു ബിസിനസ് മോഡലിന്റെ കൂടുതൽ ആധികാരികമായ കാര്യത്തിൽ പോകുന്നത്. നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റും ആവട്ടെ, എന്ത് പ്രോഡക്റ്റ് ഓർ സർവീസസ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് സർവീസസ്, ഇപ്പോൾ ഇതിന്റെ പേരിൽ 1-2 കേസുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമ്മുടെ ലോട്ടറി വകുപ്പ് ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഒരു നടപ്പിലാവാനോ അല്ലെങ്കിൽ അത് വലിയ വയലേറ്റ് ചെയ്യുന്ന രീതിയിലൊന്നും പോയിട്ടില്ല. കാരണം ബോച്ചെ പറയുന്ന ഒരു കാര്യം, ഈ ബോച്ചെ ടീ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വളരെ ജെന്യൂൻ ആണെന്നും ഇതിനകത്ത് പ്രോഡക്റ്റാണ് ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നതിൽ വേറെ തെറ്റൊന്നും കാര്യങ്ങളൊന്നുമില്ല. കാരണം കോർട്ടിൽ അങ്ങനത്തെ ഒരു ഓർഡറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിയമമോ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹം വളരെ നല്ല സക്സസ്ഫുൾ ആയിട്ട് ആ ബിസിനസ് ചെയ്തു പോകുന്നുണ്ട്. 100% ഉറപ്പാണ് അടുത്ത 3 മാസത്തിനുള്ളിൽ ബോച്ചെ ടീ മോഡൽ ബിസിനസ്സുകൾ കേരളത്തിൽ ഒരുപാട് വളർന്നു വരാൻ സാധ്യതയുണ്ട്. ഓരോ ജില്ലകളിൽ ആയിരക്കണക്കിന് ബിസിനസ് മോഡൽ വരും. കാരണം എല്ലാവരുടെ കയ്യിൽ സ്വന്തമായിട്ട് പ്രോഡക്റ്റുകളുണ്ട്. പലർക്കും പ്രോഡക്റ്റുകളുണ്ട്. അത് ക്ലീനേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ സോപ്പ് ഐറ്റംസ്, ആ ഒരു റിലേറ്റ് ചെയ്തുള്ള ഐറ്റംസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും പ്ലാസ്റ്റിക് മോഡലുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് ആണ്, ഹോം കിച്ചൺ അങ്ങനെയുള്ള ഐറ്റംസ്, അല്ലെങ്കിൽ വസ്ത്രങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് വസ്ത്രങ്ങൾ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ മോഡൽസ്. അപ്പോൾ അങ്ങനെയുള്ള വസ്ത്രങ്ങളാണെങ്കിൽ എന്ത് പ്രോഡക്റ്റ്, ഈച്ച് ആൻഡ് എവറിത്തിങ്, എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ്
പ്രൊഡക്റ്റുകൾ ഒരു യൂണീക്കായിട്ട് മാനുഫാക്ചറർ ഇനി മുതൽ അവർ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് നിർമ്മിച്ച് ഇതുപോലെയുള്ള ഒരു സെറ്റപ്പും കൂടി വെച്ച് അവരെന്തായാലും വൈകാതെ വരും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ രീതിയിലുള്ള ഒരു ബൂമിംഗ് ആയിട്ട് മാറും. കേരളത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ശരിക്കും ബോച്ചെട്ടിയിൽ ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ച ഒരു പോയിന്റാണ് ഒരു അഫിലിയേറ്റ് സിസ്റ്റം. നമ്മുടെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ലൈക്ക് ഈ ഒരു തേയില വാങ്ങിച്ചു അല്ലെങ്കിൽ ഈ കൂപ്പൺ കോഡൊക്കെ കിട്ടി, അപ്പോൾ അവർക്കും ഈ ഒരു കസ്റ്റമർക്ക് തന്നെ ഒരു അഫിലിയേറ്റ് ലിങ്ക് ജനറേറ്റ് ചെയ്തിട്ട് ആ 5 രൂപ ഇവരിവിടെ ഡയറക്റ്റ് ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റിന് കൊടുക്കുന്ന 5 രൂപ അഫിലിയേറ്റേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ ഈ കസ്റ്റമർ തന്നെ ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഒരുപാട് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു 5 രൂപ വെച്ചിട്ട് ഓരോ പർച്ചേസിലും അവർക്ക് കിട്ടുന്നുണ്ട്. അത് വലിയ കാര്യമായിരിക്കില്ലേ? തീർച്ചയായിട്ടും വലിയ കാര്യമായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു എനിക്ക് തോന്നി. അപ്പോൾ ഇനിയൊരു പുതിയൊരാൾ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് മോഡൽ നോക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു അഫിലിയേറ്റ് സിസ്റ്റം, ഒരു ലിങ്ക് കണക്ട് ചെയ്ത് അതിലൂടെ ഒരു 5 രൂപ കമ്മീഷൻ കിട്ടുന്ന രീതിയിൽ ഒരു സംഭവം കൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആ സംഭവം ചെയ്യുമ്പോൾ അവർക്ക് കിട്ടും. അല്ലെങ്കിൽ ഒരുപാട് പർച്ചേസ് ചെയ്ത കസ്റ്റമർ തന്നെ മറ്റുള്ള സുഹൃത്തിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നീ പർച്ചേസ് ചെയ്തു, ടിക്കറ്റിൽ ചിലപ്പോൾ കിട്ടിയാൽ 10 ലക്ഷം രൂപ കിട്ടും, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പർച്ചേസ് ചെയ്യും. ഇനി ഈ 10 ലക്ഷം രൂപ തന്നെ ഡെയിലി കൊടുക്കണമെന്നൊന്നുമില്ല. 1 ലക്ഷം രൂപ കൊടുത്താലും വലിയ കാര്യമാണ്. ഇനി 100 രൂപ വെച്ചിട്ട് ഒരു കുറേ ആൾക്കാർക്ക് കൊടുത്താലും അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രൈസ് ഡെയിലി ആൾക്കാർക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ ബോച്ചെട്ടി കുറേ നാൾ കഴിയുമ്പോൾ, ഇനിയിപ്പോൾ ഒരു മാസം 2 മാസം 3 മാസമൊക്കെ കഴിയുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ബോച്ചെട്ടി വാങ്ങിക്കാൻ തുടങ്ങും. അങ്ങനെ വാങ്ങിക്കാൻ തുടങ്ങി എന്ത് കോമ്പറ്റീഷൻ ആവും. ആദ്യഘട്ടത്തിൽ നമുക്കൊക്കെ 2 ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 2-നും ചിലപ്പോൾ അടിക്കാറുണ്ട്, 5-നും എടുത്ത് 5-നും അടിക്കാറുണ്ട്. പിന്നെ 5-ഓ 10-ഓ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും അടിക്കാറില്ല. ആ ഒരു ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ കുറേ കാലം കഴിയുമ്പോൾ ഈ പറഞ്ഞ നമ്മുടെ കേരള ലോട്ടറി ഒക്കെ എടുക്കുന്നു, നമുക്ക് അടിക്കുന്നില്ല. വളരെ റയർ കേസിൽ അടിക്കുള്ളൂ. ഒരുപാട് നമ്പർ സെയിൽ ചെയ്യുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്ന എണ്ണം ലിമിറ്റഡ് ആകുന്ന സമയത്ത് നമുക്ക് അത്രയും പ്രോഫിറ്റ് അല്ലെങ്കിൽ അത്രയും ആൾക്കാർക്ക് ഗിഫ്റ്റ് കിട്ടാനുള്ള ഒരു സാധ്യത പ്രോബബിലിറ്റി കുറഞ്ഞു വരും. അപ്പോൾ ആ ഒരു കേസിൽ പുതിയ പ്രോജക്റ്റുകൾ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിനെ ഫോക്കസ് ചെയ്യും. ആരെങ്കിലും സ്വന്തമായിട്ട് പ്രോഡക്റ്റോ സർവീസസോ ഉണ്ടാക്കിയിട്ട് ഇതുവരെ കച്ചവടം ഒന്നും നടത്താൻ പറ്റാതെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് എന്തായാലും പഠിക്കുന്നത് നല്ലതാണ്. ഇപ്പം തന്നെ തുടങ്ങണ്ട, അടുത്തൊരു 3 മാസം കൂടി നിങ്ങൾ എന്ത് വെയിറ്റ് ചെയ്യുക. കാരണം ലീഗലി ഇതിൻ്റെ ഒരു പേരിൽ എന്തോ ഒരു കേസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കിട്ടും. അപ്ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഓൺലൈനിലൂടെ. പിന്നെ എല്ലാവരും ഇന്ന് ഓൺലൈനിലാണ്, ഓഫ്ലൈൻ പരിപാടി എല്ലാം സ്റ്റോപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ഓൺലൈനിലൂടെ തന്നെ മാക്സിമം നിങ്ങളുടെ പ്രൊഡക്റ്റ് സർവീസ് കൊടുക്കാൻ ശ്രമിക്കുക. ഒരു സ്ഥലത്തും വേണ്ട ആവശ്യമില്ലാതെ ഒരുപാട് ഷോപ്പുകളൊക്കെ പണിഞ്ഞ് വെറുതെ ബാധ്യതകൾ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു സെൻട്രലൈസ്ഡ് എവിടെയെങ്കിലും ഒരു ഓഫീസ് പണിഞ്ഞ് അവിടെ നിന്ന് പ്രൊഡക്റ്റുകളെല്ലാം ഡയറക്റ്റ് എന്താ പറയുക ഓരോ കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന രീതിയിൽ സംഭവങ്ങൾ ചെയ്യുക. മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് മാക്സിമം സ്പെൻഡ് കാര്യങ്ങളൊക്കെ ഓൺലൈനിലൂടെ തന്നെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു ടീം മൗത്ത് ടു മൗത്തുള്ള മാർക്കറ്റിംഗ്, ആ ഒരു രീതി മാർക്കറ്റിംഗ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. പഴയ കാലഘട്ടങ്ങളിൽ ഈ പറഞ്ഞ മാർക്കറ്റിംഗ് രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്നപ്പോൾ ഒരുപാട് പരസ്യങ്ങൾ കാണും, ആൾക്കാർ പർച്ചേസ് ചെയ്യും. പരസ്യങ്ങൾ കണ്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പോൾ താരതമ്യേന കുറഞ്ഞു വരികയാണ്. കാരണം പരസ്യങ്ങൾ എവിടുന്ന് എന്ത് പരസ്യം വരുമെന്ന് അറിയില്ല. കാരണം ആമസോണിൻ്റെ പേരിൽ തന്നെ ഒരു ഫോൺ വരും, അതിന് 15,000. കുറേ കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും നോക്കി അവിടെ ആമസോണിൻ്റെ പേരിൽ ഫോൺ വരും, ആ ഫോൺ 5,000 രൂപ. കാരണം ആമസോണിൻ്റെ പേരിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് വെബ്സൈറ്റ് ഉണ്ടാക്കിയും ആമസോണിൻ്റെ അതേ പരസ്യം കോപ്പി അടിച്ചിട്ടും വേറെ സ്ഥലത്ത് വെച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് ഇവരെ കൊണ്ട് പേയ്മെൻറ്റ് ചെയ്യിപ്പിച്ച് ലാസ്റ്റ് സ്കാമിൽ പെടുത്തുന്ന രീതികളുടെ എണ്ണം വളരെയധികം കൂടുതൽ. അപ്പോൾ സ്കാമേഴ്സിൻ്റെ എണ്ണം കൂടിയിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്നതോറും നമ്മുടെ സ്കാമേഴ്സിൻ്റെ എണ്ണം വളരെയധികം കൂടി ഒരുപാട് ആൾക്കാരുടെ പണം നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ കടന്നു വരുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് എപ്പോഴും ഒരു കസ്റ്റമർ റെഫറൻസ് അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ എപ്പോഴും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഈ ബോച്ചെട്ടി ബിസിനസ് മോഡൽ നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ്സിൽ പരീക്ഷിക്കാനും അതിലൂടെ നല്ല സക്സസ് ഉണ്ടാക്കാനും തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ്. ഇത്രയും ഫണ്ട് കൊടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്കതൊരു വലിയ വിജയത്തിലേക്ക് എത്തിപ്പെടും. നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു ചെറിയ വിഹിതം നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രൊമോഷന് വേണ്ടിയിട്ട് മാറ്റിവെച്ചാൽ മാത്രം മതി, ബിസിനസ് അടിപൊളിയാവും. അപ്പോൾ കൂടുതലായിട്ടുള്ള ഇതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോകൾ കാണാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും IT സംബന്ധമായ കാര്യങ്ങളുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുക, ഓർ info@vinishrovaniയിലേക്ക് മെയിൽ അയക്കുക. താങ്ക് യു സോ മച്ച്.